നമസ്കാരം കൂട്ടരെ, രാജേഷ് കുമാറാണ്. കൂട്ടരെ, ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു. നമ്മളെ വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ് യെല്ലോ ഷെയ്ഡ് വന്നു കഴിഞ്ഞാൽ മാറാനുള്ളൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് എന്നെ വിളിച്ചു. ഈ പ്രോഡക്റ്റ് കിട്ടുമോ, നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കുമോ എന്ന് ഒരുപാട് സംശയങ്ങൾ. 100% ഒരു സാധാരണപ്പെട്ട വ്യക്തിക്ക് ചെയ്യാൻ പറ്റും. ഇതിന് ഡിപ്ലോമയും എഞ്ചിനീയറിംഗ് ഒന്നും പഠിക്കണ്ട. പ്രോഡക്റ്റിന് ലക്ഷക്കണക്കിന് വിലയും കാര്യങ്ങളും ഒന്നുമില്ല. അത് ആ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ടൈം അല്ല, ഒരു 3-4-5 യൂസിനുള്ള പ്രോഡക്റ്റ് ഉണ്ടാവും. നിങ്ങളുടെ വണ്ടിക്കും നിങ്ങളുടെ സുഹൃത്തുക്കളുടെ വണ്ടിക്കും അത് ചെയ്തു കൊടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ അതിൽ ആഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഗ്ലേസിങ് കിട്ടും. സാധാരണ ഞാനത് എങ്ങനെ ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഫേസ്ബുക്കിലും എല്ലാം ഞാൻ വീഡിയോ ചെയ്ത് ഇട്ടിട്ടുണ്ട്. അത് കാണുമ്പം നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിച്ച് കിട്ടിയില്ല എങ്കിൽ വാട്സപ്പിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അയക്കാം. അഡ്രസ്സും കാര്യങ്ങളും അയക്കുകയാണെങ്കിൽ ഏത് ജില്ലയാണെങ്കിലും ഞാൻ കൊറിയർ ത്രൂ നിങ്ങൾക്ക് ഞാൻ അയച്ചു തരാം. അതിൻ്റെ പ്രൈസ് ലിസ്റ്റും കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ലക്ഷക്കണക്കിന് വിലയും കാര്യങ്ങളൊന്നുമില്ല. നമ്മളെ മാന്യമായിട്ട് നമുക്ക് അത് തുച്ഛമായ എമൗണ്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ കൊടുത്തേക്കാം. അതായത് ഈ ഹെഡ്ലൈറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ കണ്ണുകളാണ്. ഇപ്പോൾ നമ്മളെ കണ്ണിന് മഞ്ഞയോ അല്ലെങ്കിൽ ഒരു മറവോ ഒന്നു കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും? നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് അത് ക്ലീൻ ചെയ്ത് നമ്മളെ കണ്ണാണ് ഹെഡ്ലൈറ്റ് എന്ന് പറയുമ്പോൾ. അതായത് നമ്മൾ ദൂരയാത്ര പോകുമ്പോഴും ഹെഡ്ലൈറ്റ് ഭയങ്കര ഒരു പങ്കാണ് വഹിക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും വണ്ടിയുടെ ബോഡിയൊക്കെ അല്ലെങ്കിൽ നമ്മളെ ബോഡിയൊക്കെ പക്കയായിരിക്കും, കണ്ണിൽ മങ്ങലാണെങ്കിൽ എന്ത് ചെയ്യും? അതുപോലെയാണ് വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ്. അതും നല്ല ഗ്ലേസിങ്ങും നല്ല വെട്ടം എന്ന് വെച്ചാൽ ഹൈ വാൾട്ട് ബൾബൊന്നും ഇടരുത്, നമ്മൾ നോർമലി ഉള്ള കാര്യങ്ങൾ. അപ്പം നമ്മൾ ഹെഡ്ലൈറ്റും മെയിനായിട്ട് ആ യെല്ലോ ഷെയ്ഡൊക്കെ മാറിക്കഴിഞ്ഞാൽ വണ്ടി നല്ല രീതിയിൽ കുറച്ചും കൂടെ വൃത്തിയായിട്ട് നമുക്കൊരു ഫീലിംഗ് അത് ഉണ്ടാവും. അപ്പോൾ ഞാൻ മുമ്പ് വർക്ക് ചെയ്ത സമയത്ത് അതായത് ഒരു ഹെഡ്ലൈറ്റിന് തന്നെ സാധാ ടൈപ്പ് ഹെഡ്ലൈറ്റ് 3500, LED വരുന്ന ടൈപ്പ് 8000, 12000 ആ റേഞ്ച് വരുന്ന ലൈറ്റ് അന്ന് ഇതിനുള്ളൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു. ആ സമയത്ത് വണ്ടികൾ സൂക്ഷിക്കുന്ന വ്യക്തികൾ ഒരു ചെറിയ സ്ക്രാച്ച് ആണെങ്കിൽ പോലും അവർ പെയിൻറ്റ് ചെയ്യും. ഹെഡ്ലൈറ്റ് വരെ മാറി, അത് പൊട്ടാത്ത ഡാമേജ് ഇല്ലാത്ത ഹെഡ്ലൈറ്റ് വരെ മാറി ഗ്ലേസിങ് വരാൻ വേണ്ടി 12,000 രൂപ മുടക്കി വയ്ക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും ടെൻഷൻ അടിക്കേണ്ട. ഈ പ്രോഡക്റ്റ് നിങ്ങളൊരു 10,000 ലക്ഷങ്ങളൊന്നുമില്ല, നമ്മളെ കയ്യിൽ ഒതുങ്ങുന്ന റേറ്റ് മാത്രമേ ഈ പ്രോഡക്റ്റിനുള്ളൂ. ഏത് ജില്ലയിലുള്ളവർക്കും നിങ്ങൾ ഡയറക്റ്റ് എനിക്ക് മെസ്സേജ് അയക്കും. നിങ്ങൾ അഡ്രസ്സും ഡീറ്റെയിൽസ് അയക്കുകയാണെങ്കിൽ ഞാൻ കൊറിയർ ത്രൂ അയച്ചു തരാം. ഓക്കെ, പേയ്മെൻറ്റ് നിങ്ങൾ ഗൂഗിൾ പേ എങ്ങനെയും നിങ്ങൾ സൗകര്യം പോലെ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ വെറുതെ നമ്മൾ ക്യാഷ് എന്തിനാണ് ഈ ഹെഡ്ലൈറ്റ് ഗ്ലേസിങ്ങിന് വേണ്ടി 12,000? നമ്മൾ വേറെ അടുത്ത് പോകുമ്പോൾ പറയും, അയ്യോ ഇതൊന്നും മാറില്ല, ഇത് ഹെഡ്ലൈറ്റ് മാറിയാലേ നടക്കുള്ളൂ എന്നൊക്കെ പറയും. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ പൂർണ്ണമായിട്ടും പുതിയ കണ്ടീഷൻ വരുമെന്നതിന് ഉറപ്പ് പറയുന്നില്ല. എന്നാലും ആ യെല്ലോ ഷെയ്ഡ് മാറും 100% ഉറപ്പാണ്. ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ യൂട്യൂബിലും ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ പെയിൻറ്റിങ് സംബന്ധമായ വർക്കോ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ക്ലൈമിനെ കുറിച്ചുള്ള സംശയം, ഇൻഷുറൻസ് കുറിച്ചുള്ള സംശയം, സർവീസിനെ കുറിച്ചുള്ള സംശയം എന്തുണ്ടെങ്കിലും എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ തിരക്കാണെങ്കിൽ ഞാൻ ഫോൺ എടുക്കില്ല. എനിക്ക് മെസ്സേജിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് വാട്സപ്പ് ചെയ്താൽ മതി. ഞാൻ ഉറപ്പായിട്ടും 100% ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം മാക്സിമം ഈ വീഡിയോ എല്ലാവരിലും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. ഒരു വിരൽ സ്പർശം മാത്രം. ഓക്കെ, താങ്ക് യു.